മാസപ്പടി കേസിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി. SFIO കുറ്റപത്രത്തിനൊപ്പമുള്ള അനുബന്ധ രേഖകൾ ലഭിച്ചതിന് ശേഷം വീണ്ടും സമൻസ് നൽകി വീണയെ വിളിച്ചു വരുത്തും. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളെന്ന് ഇഡി. പൊരുത്തക്കേട് CMRൽ നിന്നും ലഭിച്ച 2.78 കോടിയുടെ വിനിയോഗം സംബന്ധിച്ച മൊഴികളിലാണ്. CMRന് സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ വീണക്കായില്ലെന്നും ഇഡി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചിരികാണ്. ജിജീഷ്, കഴിഞ്ഞ ദിവസം വീണയെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പരം പൊരുത്തക്കേടുകളാണ് ഈ ഉത്തരങ്ങളിൽ നിന്നും ഇഡിക്ക് മനസ്സിലായത്. ഇതിലൊരു സ്ഥിരീകരണം വരുത്തണം. കൃത്യമായ രേഖകൾ ഇഡിക്ക് മുന്നിലുണ്ട്, തെളിവുകൾ ഇഡിക്ക് മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും ചോദ്യം ചെയ്യുക, അല്ലേ? KP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഓഫീസിൽ ഇന്നലെ 10 മണിക്കൂറോളമായിരുന്നു വീണയെ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ വീണയെ ചോദ്യം ചെയ്തത്. എന്നാൽ ആ മൊഴികൾ പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറെ വലിയ തോതിൽ അവ്യക്തതകളുണ്ട് ആ മൊഴികളിൽ പലയിടത്തും. പ്രത്യേകിച്ച് 2,78,00,000 രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ മറുപടി, അതെന്തിനു സ്വീകരിച്ചു, എന്ത് സേവനങ്ങൾ നൽകിയെന്ന് സംബന്ധിച്ചൊന്നും തന്നെ ഒരു വ്യക്തമായ മറുപടി നൽകാൻ വീണയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. ഏതെങ്കിലും തരത്തിൽ CMRലും എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, അത്തരമൊരു സാമ്പത്തിക ഇടപാടുകളിലേക്ക് എത്തിച്ച കരാറിൻ്റെ രേഖകൾ എന്നിവയെല്ലാം ഹാജരാക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ആ ഒരു രേഖകൾ ഒന്നും തന്നെ ഇവിടെ ചോദ്യം ചെയ്യലിൽ വീണ ഹാജരാക്കിയില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി വീണ്ടും വീണയെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ 10 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ വീണ തികച്ചും സഹകരിക്കാത്ത നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും തുടക്കത്തിൽ സഹകരിച്ചിരുന്നില്ല, ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞിരുന്നില്ല, ഒരു നിഷേധാത്മക സമീപനം ഉദ്യോഗസ്ഥരോട് ചെലുത്തുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ചോദ്യം ചെയ്യൽ നീണ്ടതോടെ വീണയ്ക്ക് പല കാര്യങ്ങളും പറയേണ്ടി വന്നു. പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വീണ തയ്യാറാവുകയും ചെയ്തു. സാമ്പത്തിക ഇടപാടുകൾ, തൻ്റെ ചില ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ അവിടെയും വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതുവരെ നൽകിയിട്ടില്ല. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ, അന്വേഷണവുമായി ആവശ്യപ്പെട്ട രേഖകൾ നൽകാത്ത വിഷയമെല്ലാം തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വീണയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വൈകാതെ തന്നെ സമൻസ് നൽകി അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. വീണയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അതെല്ലാം കേന്ദ്രീകരിച്ച് ഇന്നലെ വീണയോടും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ CMRലിൻ്റെ ഉന്നതർ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയരായി. ശരണസ് കർത്തെ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തു. ഇതിൻ്റെ ഡയറക്ടർ, CMRലിൻ്റെ ഡയറക്ടർ ഷിബി കർത്തയെ ചോദ്യം ചെയ്തു, ജയാ കർത്തയെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലെല്ലാം തന്നെ ആ സാമ്പത്തിക ഇടപാടുകളുടെ ചില വിവരങ്ങൾ, എക്സാലോജിക്കുമായി ഉണ്ടായിരുന്ന ചില കരാറുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവർ കൃത്യമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ഘട്ടങ്ങളിൽ ഒന്നും തന്നെ വീണയെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ പല മൊഴികളുമായി ബന്ധപ്പെടുന്നതല്ല, വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. വൈകാതെ തന്നെ സമൻസ് നൽകും. ഒപ്പം തന്നെ CMRലിൻ്റെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. കാരണം ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാർ അടക്കമുള്ളവർക്ക് പുറമെ നിരവധി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ചീഫ് ഫിനാൻസ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. അതെല്ലാം തന്നെ അവരോടെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. KP മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇഡി എത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഇഡിക്ക് മുന്നിലുണ്ട്, രേഖകൾ ഇഡിക്ക് മുന്നിലുണ്ട്. എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് വീണ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇഡിയുടെ നിർണായകമായ നീക്കം. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.